എന്തൊരു ഇരിപ്പാ മോളെ ഇത്. എഴുന്നേറ്റൊന്നും വല്ലതും കഴിക്ക്. ശാപം കിട്ടിയ ജന്മം എന്റേത്. എന്തിനാ സ്വയം ശപിക്കണേ? ഞാൻ കാരണം മാധവൻകുട്ടിക്ക് ഇങ്ങനെ ഒരു വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കരുത്. മോൾ എഴുന്നേറ്റ് വാ. വാ മോളെ. എന്തിനാണ് ഇന്ന് മോങ്ങുന്നത്? നിന്റെ വല്ലൊരു ചത്തോ? എന്തൊരു ചങ്കുറ്റവൾക്ക്. ആരും അറിയാതെ കൊലപാതകം പിടിച്ച് മച്ചിലൊളിപ്പിക്കാൻ. വലിയേട്ടാരും കൊന്നിട്ടൊന്നുമില്ല. തൂണോട് തീർത്ത് വെച്ച് ചവിട്ടിയാൻ തരും. അവിടെ ഒരു വല്യേട്ടൻ. അമ്മ എന്താന്നും മിണ്ടാത്തത്? ഇത്രയൊക്കെ ആയിട്ടും അവൾ അവന് വേണ്ടിയല്ല വക്കാലത്ത് പറയുന്നത്. നോക്കി ഇനി മതി, നീ ഒന്ന് അപ്പുറത്തേക്ക് അങ്ങനെ പോ. ആ അമ്മ ഒറ്റയാളാ അവക്ക് 7 തരം മുഴുവൻ വെച്ചു കൊടുക്കുന്നത്. കൊഞ്ചിച്ചോ? മാഷൊന്നും കഴിക്കണില്ലേ? നിങ്ങളൊക്കെ കൂടി എനിക്കിത്തിരി വിഷം വാങ്ങിച്ചതാ. സന്തോഷത്തോടു കൂടി ഞാനത് കഴിക്കാം. കുറുപ്പാഷേ, ടീച്ചറേ. ആരെയാ? കുറുപ്പാഷില്ലേ? എന്താ? പിഷാരൻ മാഷാരും കൊന്നതല്ല, പിന്നെ ഹാർട്ട് അറ്റാക്കാ. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കത്തി അറിഞ്ഞത്. ഈശ്വര, എന്നിട്ട് എന്റെ മോനെ അവന്മാര് വിട്ടോ? വരണുണ്ട് പ്രകടനായിട്ടാ. മാധവൻകുട്ടിയെ പെറ്റു വളർത്തിയ ധീരമാതാവേ, ധീരതയോടെ ഏറ്റോളൂ ലക്ഷം ലക്ഷം പിന്നാലെ. ആ ധീരതയോടെ ഏറ്റോളൂ. തോൽക്കുകയില്ല, തോൽക്കുകയില്ല, സത്യമൊരിക്കലും തോൽക്കുകയില്ല. നിങ്ങൾ അങ്ങോട്ട് നീക്കോ, ഞാൻ അങ്ങോട്ടേക്കാം. തോൽക്കുകയില്ല, തോൽക്കുകയില്ല, സത്യം ഒരിക്കലും തോൽക്കുകയില്ല. എന്റെ മോനെ നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചോടാ? ഇല്ലമ്മേ, പിന്നെ SI വെറുതെ ഒന്ന് വരട്ടി. ഈ ജാഥ എങ്ങട്ടാ പോണേ? വടക്കേ വീട്ടിലേക്കാ. ഞാനും വരുന്നുണ്ട്. അമ്മ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. അതല്ലടാ, അവളുടെ മുഖത്ത് നോക്കി എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. അയ്യേ, അമ്മ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. അമ്മ ഇപ്പൊ ആരാന്ന വിചാരം? ധീരമാതാവെന്നൊക്കെ വിളിക്കുന്ന കേട്ടില്ലേ? വീട്ടിലോട്ട് വന്നിട്ട് ഞാനും വരാം. ഇപ്പൊ ഞാൻ ജയിച്ചു. അക്കളി തീക്കളി സൂക്ഷിച്ചോ. അഗ്നി പർവ്വതം പുകയുന്നു. ചക്രവാളം ചോട്ടുന്നു. മൃത്യുവിന്റെ ഗുഹയിൽ നിന്നും രക്തപുഷ്പം വീഴുന്നു. കള്ളസാക്ഷിയെ സൂക്ഷിച്ചോ. കാമാലികരെ സൂക്ഷിച്ചോ. കള്ളസാക്ഷിയെ സൂക്ഷിച്ചോ. കാമാലികരെ സൂക്ഷിച്ചോ. കാമാലികരെ സൂക്ഷിച്ചോ. കള്ളസാക്ഷി. മതി മതി മതി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമവാക്യം നമ്മളിലൂടെ ഈശ്വരൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരു പ്രതികാരത്തിന്റെ ഭാഷ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രകടനം അവസാനിപ്പിച്ചതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും കൈയടിച്ച്. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോയെ. വൈകുന്നേരം നമുക്ക് വിശദമായി കാണാം. ഒന്ന് രണ്ടാളും കൂടി വിളിച്ചൂടേനോ? എന്നാൽ തന്നെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പെയിന്റ് അടിക്കാനൊക്കെ. ആ ടീച്ചർ എങ്ങട്ടാ ഈ വഴിക്ക്?
എന്താ എനിക്ക് ഈ വഴിക്ക് വന്നൂടെ? വല്ല വിലക്കും ഉണ്ടോ? അല്ല അതുകൊണ്ടല്ല, പതിവില്ലാണ്ട് ഇങ്ങനെ പോണോണ്ട് ചോദിച്ചാ ടീച്ചർക്ക് എന്നോട് വിരോധം തോന്നരുത്. വീട് വൈറ്റ് വാഷ് ചെയ്യാൻ ആൾ ഏർപ്പാടാക്കണമെന്ന് കുറുപ്പ് മാഷ് പറഞ്ഞ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നമ്മൾ അമ്മുക്കുട്ടിന്റെ കല്യാണല്ലേ, പോവാ. ആ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഗോപാല, ഇത്തിരി അമർത്തി അടിക്കണോണ്ട് ചുമരിന് വേദന ഒന്നും എടുക്കില്ലടോ. വന്നേ, ആ, ദാ ഇവിടുന്ന് തൊട്ട് ആ. ദാ ഇവിടം വരെ മതി പന്തല്. ഔ, അത് വല്ലാതെ ചെറുതായി പോയി. അത്രയും മതി. ഏ? വീട്ടിലേക്ക് അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ആ. ബാക്കിയുള്ളവർ മൂന്നും മണ്ഡപത്തിലേക്കല്ലേ വരിക. എന്നാലും അത് പിന്നെ ആ ചായ വന്നല്ലോ. ദേ, കുടിമോനെ ചായ. തട്ടാന്റെ അടുത്ത് പോണ കാര്യം തട്ടാനെടുക്ക് പോവാന്ന് പറഞ്ഞില്ലേ? ഈ തട്ടാൻ പറഞ്ഞു. മാഷ ചായ. പറഞ്ഞു. എനിക്ക് വേണ്ട. ഒരു ചായ കുടിക്കും മാഷ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ, ഇതാരൻ? ആ, ഇതാരായി വരണേ? ഈ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാ, അകത്തിരിക്കാം. ഇരിക്കാൻ വന്നതല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതാ. മാഷിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ? മറ്റൊരാളുമായി ബന്ധമുള്ള പെണ്ണിനെ ഞങ്ങളുടെ ചെക്കന് വേണ്ട. അനാവശ്യം പറയരുത്. അവർക്ക് അങ്ങനെ ആരുമായി ബന്ധമൊന്നുമില്ല. ഒരു ബന്ധമില്ലാഞ്ഞിട്ടാ ഓട്ടോറിക്ഷക്കാരനെ മറ്റന്റെ മുകളിൽ ഒളിപ്പിച്ചത്. അവൻ എന്റെ മകൻ മാധവൻകുട്ടിയുടെ കൂട്ടുകാരനാ, അല്ലാതെ വേണ്ട മാഷെ, ഈ ബന്ധം ശരിയാവില്ല. നിങ്ങൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. അങ്ങനെ വേറെ ആരും അല്ല പറഞ്ഞത്, മാഷിന്റെ ഭാര്യ തന്നെ, കുഞ്ഞലക്ഷ്മി ടീച്ചർ. എന്റെ ഭഗവതി, അത് ശരിയല്ലാന്ന് ഞാൻ പറയണു. എന്നെ നിങ്ങൾക്ക് വിശ്വാസല്ലേ? മാഷേ, ഒന്നുമില്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയൂ? ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം ഉള്ളതുകൊണ്ട് ഞങ്ങള് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുക. അമ്മ എന്തൊക്കെയാ ചെയ്യുന്നത്? മടലും കൊതുമ്പും ഒക്കെ പിന്നെ നീ പെറുക്കി കൂട്ടുവോ? മടല് പിറക്കണ കാര്യമല്ല, അമ്മുവിന്റെ കല്യാണം മുടങ്ങി അതിന്റെ നാണക്കേട് മുല്ലേത്ത തറവാടനും കൂടിയാ. അത് അമ്മ മറന്നു. പോടാ അവിടുന്ന്. ഞാനൊന്നും മറന്നിട്ടില്ലടാ. നിന്നെ ആ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചിറക്കിക്കൊണ്ട് പോയപ്പോ ഈ തറവാട്ട് മഹിമയൊന്നും അവൾ ഓർത്തില്ലല്ലോ. ഓർത്തോ? അമ്മ പറയുന്നതിൽ വളരെയധികം കാര്യമുണ്ട്. അവൾ എന്ത് തെറ്റ് ചെയ്തു? അതും ശരിയാ. എങ്ങോട്ട് പോണോന്നറിയാതെ പേടിച്ചോടി നടന്നപ്പോ ഒളിക്കാനൊരിടം തന്നെ അമ്മുക്കുട്ടിയാ. ഓ, ഒളിപ്പിച്ചു ഇത്രേ. നിനക്കൊക്കെ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. പാവത്തം കാണിച്ച കെണിയിലാക്കി ഒറ്റയെടുക്കായിരുന്നു അവള്. അവൾ ഒരിക്കലും ചെയ്യില്ല. നിനക്കുറപ്പുണ്ടോ? എനിക്കുറപ്പുണ്ട്. അമ്മുക്കുട്ടി ഒരു പാവമാണ്. ആ കുട്ടിയുടെ ഭാവി തകർക്കുന്നത് കഷ്ടമാണമ്മേ. അവളുടെ ഭാവി തീരുമാനിക്കാൻ നീ ആരാടാ? ഞാനാരുമല്ല. എന്നാലും അമ്മുക്കുട്ടി, മാധവൻകുട്ടി, അമ്മ, ഞാന്, നമ്മുടെ ബന്ധം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. എന്റെ മനസ്സ് നോച്ചോരെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. വാശിയും വൈരാഗ്യമുള്ള തറവാട്ടിൽ തന്നെയാ ഞാൻ ജനിച്ചത്. ഇങ്ങനെ വാശി പിടിക്കരുത്. അമ്മ ആ ചെറുക്കൻ വീട്ടുകാരോടൊന്ന് പറയണം. എന്തിന്? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. അവൾ ഒരു പാവമാണെന്ന്. അയ്യടാ, എന്റെ പട്ടി പറയും. അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കല്യാണം നടക്കും. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കാതിരുന്നാൽ അവളുടെ സ്ഥിതി എന്താകുമെന്ന് ഞാൻ പറയണ്ടല്ലോ. മാത്രമല്ല, 2 കല്യാണങ്ങളും ഒരേ മണ്ഡപത്തിൽ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചിട്ട് ഒരുമിച്ച് ചെന്നില്ലെങ്കിൽ എന്താ? മണ്ഡപത്തിൽ കേട്ടില്ലേ? കേറ്റായികയൊന്നുമില്ല. എന്നാലും അമ്മുക്കുട്ടിയുടെ കല്യാണം മുടങ്ങുകയും മാധവൻകുട്ടിയുടെ കല്യാണം നടക്കുകയും ചെയ്യാന്ന് പറയുമ്പോ ഒരു ആങ്ങളെ എന്ന നിലയ്ക്ക് ഇവന്റെ മനസ്സ് അതിനെ അനുവദിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക്. ഇവന്റെ മനസ്സ് തീരുമാനിക്കുന്നത് നീയാണോ? ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞതാ. ഈ കാര്യത്തിൽ ആർക്കും ഒരു ഫീലിങ്സും വേണ്ട. അമ്മേ, ഞാൻ പറയുന്നത് ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ, മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. പറഞ്ഞേക്കാം. എന്തൊരു ഇരിപ്പാത്. ഇയാളറിയോ? കാവുംപുരക്കര നാരായണന്റെ മോനാ രമേശൻ. രമേശൻ വന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാ. നമ്മൾ അമ്മുക്കുട്ടിനെ കെട്ടാൻ രമേശൻ ഒരു മോഹമുണ്ട്. ഇത് എന്റെയും കൂടി ഒരു വാശിയാ. മാധവൻകുട്ടിയുടെ മുമ്പിൽ നിങ്ങൾ തോക്കരുത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് നമ്മളെ നസീബാന്ന് കൂട്ടിക്കോളി. നിശ്ചയിച്ച സമയത്ത് തന്നെ കല്യാണം നടത്തി അവരുടെ പറ്റൊന്ന് ഒതുക്കണം.
രമേശിന്റെ വീട്ടുകാര് അക്കാര്യം എനിക്ക് വിട്ടേര്. എന്റെ വീട്ടുകാരല്ല, ഞാൻ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു. വാക്കണോ? വാക്ക്. ഇനി ഒന്നും ആലോചിക്കണ്ട. വേഗം ചെന്ന് മാസ്റ്ററോട് പറഞ്ഞ് വേണ്ട കാര്യം താൻ ഉറപ്പിച്ചോളി. ഇങ്ങോട്ട് വാ. ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും റെഡി അല്ലേ? വാ. നീ എന്തേ കാണിക്കാൻ പോണത്? എന്റെ കർമ്മത്തളിച്ച അവളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ആകേറ്. നിക്കടിയോടെ ആരോടെ വെച്ചിട്ടാണ് നീ പഠിക്കാത്ത കയറിയത്? വല്യേട്ടനൊന്ന് കാണാൻ. വല്യേട്ടനോ? ഏത് വല്യേട്ടൻ? ഇറങ്ങി പുറത്ത്. എന്താ അമ്മേ? ഒരുത്തി വല്യേട്ടനെ കാണാൻ വന്നിരിക്കുന്നു. വല്ല കൂടോത്രം കുടിച്ചിടാൻ പറഞ്ഞു വിട്ടോ മറ്റോ ആയിരിക്കും. ആരാടി നിന്നെ പറഞ്ഞു വിട്ടത്? ആരും പറഞ്ഞു വിട്ടതല്ല, പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഇവിടെ ആർക്കും നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. വള്ളക്കണ്ണീരും കൊണ്ട് വന്നിരിക്കുന്നു. പിടിച്ച് പുറത്തല്ലണേ അവളെ. പുറത്തിറങ്ങടി. വല്യേട്ടാ, ഒരക്ഷരം വേണ്ടി പോരുത്. അടി. അടി. ഇറങ്ങി പോരല്ലേ പറഞ്ഞു? എന്താ മോളെ കാര്യം? വലിയേട്ടൻ വെറുതെ ദേഷ്യം കാണിച്ച, ഇല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാൻ അമ്മ സമ്മതിക്കില്ല. നീ എന്ത് പറയാനാ വന്നത്? കരയല്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അവിടെ എല്ലാരും കൂടെ എന്നെ കുരുതി കൊടുക്കാൻ പോവാ. നീ എന്തായി പറയുന്നത്? നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നുള്ള വാശിയാ അമ്മയ്ക്കും കൊച്ചേട്ടനും. ആ രമേശൻ എന്നെ പിടിച്ചു കൊടുക്കാൻ പോവാ. ഏത് രമേശൻ? അന്ന് വല്യേട്ടൻ അടിച്ചില്ലേ ഒരു. എനിക്ക് ഇഷ്ടമല്ല അവനെ. എന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയാ ആ ദുഷ്ടൻ ഇപ്പോ. നീ അച്ഛനോട് പറഞ്ഞില്ലേ? അച്ഛനും അവരുടെ കൂടെയാ. നീ ധൈര്യമായിട്ടിരിക്കും. വലിയേട്ടൻ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അവളെ അടിക്കരുത്. എന്റെ പെങ്ങളെ ഞാൻ തല്ലും, വേണ്ടി വന്ന കൊല്ലും. അത് പറയാൻ നീ ആരാ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൊന്നും പറയണ്ട. അമ്മയ്ക്ക് മോനിപ്പോ തൃപ്തിയായില്ലേ? പക്ഷേ ഇവള് മുടക്കാച്ചരക്കായി വീട്ടിൽ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ കല്യാണം നടത്തും. അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. കല്യാണം കഴിയുന്നവരോട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊന്നു കുഴിച്ചു. ഇതിലും ഭേദം അതാ. ഉന്നേരം കൊടുത്ത് ചോദിച്ചു നോക്ക്. കല്യാണം മുടക്കാനുള്ള വക്കാലത്തിന് പോയിക്കുന്ന ആ തെണ്ടിയുടെ അടുത്ത്. നേരാണോടി? അതെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വാശിയോ വലുത്. എന്റെ ഇഷ്ടമൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ. രമേശൻ എന്താടി കുഴപ്പം? എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. നിനക്ക് പിന്നെ ആരെയാണ് ഇഷ്ടം? ആ ഓട്ടോറിക്ഷക്കാരനെയോ? അയാള് തന്നെ ഇതിലും ഭേദം. തല വെച്ച് പുന്നരിച്ചോ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഇവക്ക് രമേശനെ ഇഷ്ടപ്പെട്ടില്ല അത്രേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ കാര്യം? ഓഹോ, അപ്പൊ അച്ഛന്റെ മനസ്സിലിരിപ്പ് അതാണല്ലേ? എന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലായി. ഇവൾ ആരോട് ഇറങ്ങിപ്പോയാലും വേണ്ടൂല. വലിയ ചോദിക്കില്ല കൊച്ചി അമ്പരാട്ടി അവന്റെ ഭാര്യയായി കാണണം. അച്ഛൻ അത്രയല്ല വേണ്ടു. എങ്കിലച്ഛൻ കണ്ടോ, എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിട്ട് ഒരുത്തനും ഒരു കൊച്ചി അമ്പരാട്ടി എടുത്തും താലി കെട്ടാൻ പോടില്ല. ആരുടെ കല്യാണം മുടക്കാനാ നീ പോണേ? ആ പാവം പെണ്ണിന്റെ. അത് മുടക്കാൻ നിന്നെ ഞാൻ വെട്ടും. അവളുടെ തള്ള വന്ന 40,000 രൂപ കൊണ്ടാ ഈ മുല്ലത്തെ തറവാടിന്റെ മാനം ഞാൻ കാത്തത്. അല്ലാതെ കുറുപ്പ് മാഷിന്റെ മോൾക്ക് തറവാട്ട് വക സ്വത്തായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാ പോത്തുപോലെ വളർന്ന് നിന്നെ കാണിച്ചാ മതിയോ? രണ്ട് കല്യാണം അന്തസ്സായിട്ട് നടത്തി തരണേന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു നടക്കാം ഞാൻ. ഇതെന്റെ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ ഒന്നുകൂടെ നാറാം. ഞാനാകെ കീഴ്മേൽ മറിഞ്ഞു നിൽക്ക. എല്ലാവരും അവനവന്റെ തന്നിഷ്ടത്തിനാണ് നടക്കണമെങ്കിൽ എന്റെ ശവം ഈ ഉത്തരത്തെ കാണാം.